റെക്കോർഡായിട്ടില്ലെന്ന് മാത്രം പറയരുത്. വീട്ടിലെ ആവശ്യങ്ങൾക്കും കഫേന്റെ പർപ്പസിനൊക്കെ ആയിട്ടൊരു വണ്ടി നോക്കാൻ ഇറങ്ങിയതായിരുന്നു. ഒരു ഫാമിലി പർപ്പസും കഫേ പർപ്പസിനായിട്ടുള്ള ഒരു സ്കൂട്ടർ നോക്കാൻ വേണ്ടി വന്നു. സാറിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ടി വി എസിന്റെ ന്യൂ മോഡൽ ജൂപ്പിറ്റർ 125 ഈ മോഡൽ. ഇപ്പം അങ്ങനെ വെച്ചാൽ ഇപ്പോൾ പ്രീമിയം ബൈക്കിൽ റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ. റോണിൻ ഓൾറെഡി എനിക്കുണ്ട്. കളർ ഒരു മെറ്റാലിക് ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അപ്പോൾ ആ സെയിം കളറിൽ ഇപ്പോൾ ഓൾറെഡി ജൂപ്പിറ്റർ 125 വണ്ടിയിൽ നമുക്ക് ബ്ലൂ കളർ, വൈറ്റ്, അതുപോലെ മാറ്റ് ഗ്രേ, ഓറഞ്ച്, അങ്ങനെ 4 കളറിലായിരുന്നു. ബ്ലാക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ് വന്നിട്ടുണ്ട് വണ്ടി. ബ്ലാക്ക് ആണ് നോക്കുന്നത്. വണ്ടിക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹൈലൈറ്റ് ഇത് കാണിക്കുന്നത് ഇതിന്റെ സ്റ്റോറേജ് ആണ്. അണ്ടർ സ്റ്റോറേജ് വരുന്ന ഒരു 33 ലിറ്റർ വോളിയം, സ്റ്റോറേജ് വോളിയം, 2 ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരുവിധ സ്കൂട്ടറൊക്കെ എടുക്കുന്ന സമയത്ത് മാക്സിമം പോയാൽ നമുക്ക് ഒരു 20 ലിറ്റർ വോളിയം അത്രേ ഉള്ളൂ. ഇതിൽ മാക്സിമം ഒരു 33 ലിറ്ററിന്റെ വോളിയം, അത്രക്കും സ്പേസ് ആണ്. പിന്നെ സീറ്റ് ലെങ്ത് അത്യാവശ്യം നല്ല സീറ്റ് ലെങ്ത് വരുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ടാങ്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു 5 ലിറ്റർ കപ്പാസിറ്റി ആയിരുന്നു വരുന്നത് ഫ്യൂലിന്റെ. മൊബൈൽ ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്. ടാങ്ക് വരുന്നത് നമുക്ക് ഇതാണ്, ഫ്ലോർ ബോർഡിന്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 5 ലിറ്റർ കപ്പാസിറ്റി വരാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതാ ഒരു സ്റ്റൈലിഷ് DRL വരുന്നുണ്ട്. സ്റ്റൈലിഷ് DR ലാമ്പ് വരും. ഡയമണ്ട് സ്റ്റൈൽ അലോയ് വീലാണ് വരാം. ഡയമണ്ട് കട്ടാണ് വരാം അലോയ് വീല്. പിന്നെ കംപ്ലീറ്റ് LED ഹെഡ് ലാമ്പാണ് വരുന്നത്. ലൈറ്റ് വൈറ്റ് ആണ് വരുന്നത്. മീറ്ററിലേക്ക് വരുമ്പം ഇവിടെ സെമി പാർട്ട് ഡിജിറ്റലും സെമി പാർട്ട് വരുന്ന അനലോഗുമാണ് വരുന്നത്. അപ്പം മീറ്ററിൽ വരുന്ന കാര്യങ്ങൾ ടൈം, കിലോമീറ്റർ, പിന്നെ നമ്മളെ ഫ്യൂൽ, ആവറേജ് എഫിഷ്യൻസി, മൈലേജ്, ബാലൻസ് വരുന്ന ഫ്യൂൽ, നമുക്ക് എത്ര കിലോമീറ്റർ കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ മൊബൈൽ ചാർജിങ് ഓപ്ഷൻ DC സോക്കറ്റ് ഇതിൽ ഇൻക്ലൂഡ് ആണ്. പിന്നെ ഈ ഫുഡ് ബോർഡ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പക്ക ഒരു സിലിണ്ടർ വോളിയം. കംപ്ലീറ്റ് ഫാമിലി സ്കൂട്ടർ ആണ്. ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു ലെങ്ത്, ഫാമിലി യാത്ര ചെയ്യാൻ കുറച്ചും കൂടെ കംഫോർട്ടാണ്. എങ്ങനെയാണ് ഇതിന്റെ ജൂപ്പിറ്റർ 125ന്റെ ഫിനാൻസും കാര്യങ്ങളൊക്കെ? സാർ, നമ്മളിപ്പോൾ ഫിനാൻസ് ചെയ്യുമ്പോൾ നമ്മൾ സാറിന്റെ സിബിൽ സ്കോർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സാറിന് നല്ല സ്കോറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് 100% വരെ ഫിനാൻസ് ഓക്കെയാണ്. അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ സാറിന്റെ ആധാർ കാർഡ് മാത്രം മതി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സാറിന് പറഞ്ഞാൽ നമുക്ക് 5 വർഷം വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ് നല്ല സ്കോറുള്ള കസ്റ്റമർക്ക്. പിന്നെ അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ നമുക്ക് വളരെ കുറവാണ്. മറ്റ് ഫിനാൻസിൽ വെച്ച് നോക്കുമ്പോൾ സ്കോർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എല്ലാം പാസ്സാവുക. ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ലോൺ അപ്രൂവൽ ആവും. ഒരു സ്കൂട്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക അതിന്റെ സ്റ്റോറേജ് സ്പേസ്, പിന്നെ നമുക്കൊരു ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു കംഫർട്ടബിൾ സീറ്റ്. അങ്ങനെ ഒരു മുതലാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പറ്റിയൊരു സാധനമാണ് TVS ജൂപ്പിറ്റർ 125. നല്ല കസ്റ്റമർ സർവീസ് ആണ് മിസ്റ്റർ ഷെരീഫിൻ്റെത്. അപ്പം നിങ്ങൾക്ക് വണ്ടി സംബന്ധമായിട്ട് നിങ്ങൾക്ക് വണ്ടിയൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് റൈഡിനും മറ്റു വിവരങ്ങൾക്കായി താഴെ നമ്പർ കൊടുക്കാം. അപ്പോൾ മറ്റൊരു ഡേറ്റ് ആണോ? ബൈ.